സോ ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. സോ ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ MRC ഗ്യാങ്. സോ നമ്മുടെ തൊപ്പീൻ്റെ ഗ്യാങ് തന്നെയാണ് MRC ഗ്യാങ്. MRC മമ്മൂൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇഷ്യൂ. സോ ഒളിഞ്ഞു നോട്ടം, അതേപോലെ തന്നെ വെറുതെ മുഖത്തടിക്കുക, ഈ സംഭവങ്ങളൊക്കെ വെറൈറ്റി മീഡിയയിൽ കൊടുത്ത ഒരു ഇൻ്റർവ്യൂ അതിപ്പോൾ ഭയങ്കര വിവാദമായിട്ടിരിക്കുക. സോ തൊപ്പീൻ്റെ കഴിഞ്ഞ ദിവസത്തെ ലൈവ് കണ്ടവർക്കറിയാം, 1 മില്യൺ അടിക്കാൻ പോയ ലൈവാണ്. സോ എൻജോയ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ള സംഭവങ്ങളാണ്. പിന്നെ മമ്മൂൻ്റെ കരച്ചിൽ കാര്യങ്ങൾ, എന്താ പറയുക, ഫുൾ എന്താണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നതും അത് തന്നെയാണ്. സോ ഇൻ്റർവ്യൂവിൽ ആദ്യം തന്നെ പറയാനുള്ള, ഒരു ഇൻ്റർവ്യൂ എടുക്കുന്നത് ഇങ്ങനെയാണോ? സോ ഒരു ആങ്കർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്, ഒരാൾ ഒളിഞ്ഞു നോക്കുക. ഇപ്പോൾ നമ്മളൊക്കെ ഒരു നോർമലി ഒരു ആങ്കർ ഒക്കെ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ ഒന്നില്ലെങ്കിൽ ക്യാമറമാനെ ഡയറക്ടറെ നോക്കി കട്ട് ചെയ്തിട്ട് ഇത് ഒഴിവാക്കേണ്ടതാണ്. സോ ഇവിടെ അതൊന്നും സംഭവിച്ചിട്ട് തന്നെ ഇല്ല. ഇവിടെ എന്താണ്, ഇവർക്ക് അറിയാൻ ഭയങ്കര താല്പര്യമാണ്, കുത്തി ചോദിക്കുകയാണ്. സോ എങ്ങനെ ഒളിഞ്ഞു നോക്കി? രാവിലെയാണോ പകലാണോ അതോ ഒറ്റയ്ക്കാണോ ചെന്നത്? അതായത് MRC ഗ്യാങ് മൊത്തം ഉണ്ടായിരുന്നോ? എന്തൊക്കെയാ ഇത്? 16-ാം വയസ്സിൽ ഇത് എൻ്റെ അഭിപ്രായത്തിൽ ഇത് തള്ളി വിട്ടതാണ്. മമ്മൂൻ്റെ സ്വഭാവം അറിയാലോ, ഒരു കണ്ടന്റ് ഇങ്ങനെ ആയിരിക്കും. സോ ചുമ്മാ ഇരുന്ന് തള്ളി വിട്ടതാണ്. പക്ഷെ അതെന്തായി, ആകെ പ്രശ്നമായി മാറി. അതാണിപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. സോ ഇതിൻ്റെ കുറച്ച് വീഡിയോ ക്ലിപ്സും കാര്യങ്ങളും ഉണ്ട്. നമുക്ക് അതിൽ ആദ്യം തന്നെ ഇവൻ 16-ാം വയസ്സിൽ ഏതൊരു പെൺകുട്ടീനെ കണ്ട് മുഖത്തടിച്ചു എന്ന് പറഞ്ഞൊരു ചെറിയ ക്ലിപ്പും പറയുന്നുണ്ട്. അത് നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം കേട്ടോ. ഇടവഴി നാട് എടുക്ക് ഞാൻ അവളെ കണ്ട് എന്താണെന്ന് പറഞ്ഞാൽ ഏറ്റവും ഒന്ന് കൊടുത്തു. കണ്ടില്ലേ, ഒരു കാരണവുമില്ല, ഒന്നുമില്ല, ചുമ്മാ അങ്ങോട്ട് അടിക്കന്നെ. ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ ചിലപ്പോൾ മനസ്സിലാവും ഇത് എന്താണ്, ഒന്നില്ല എന്നിട്ട് തള്ളി വിട്ടതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇവൻ്റെ കയ്യിലിരിപ്പ് ഇങ്ങനെയാണ്. സോ ഇവൻ പണ്ടുള്ളതിനെക്കാട്ടും, അതായത് തൊപ്പീൻ്റെ ഗ്യാങ്ങിൽ എത്തിയതിന് ശേഷം കുറച്ച് ശരിയായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ഇവനെന്താണ്, കുറച്ച് ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, വിദ്യാഭ്യാസത്തിൻ്റെ കുറവുണ്ട്, സോ പക്വതയ്ക്ക് കുറവുണ്ട്. ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ തൊപ്പിയാണ്. ഓക്കെ, സോ തൊപ്പി അത് ചെയ്യാതെ അവൻ ആ ഗ്യാങ്ങിൽ നിന്ന് പുറത്താക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് യോജിക്കാൻ പറ്റില്ല. കാരണം അവനെ നോക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഇനി ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ശരിയല്ല. മേ ബി ഇത് പലരും പറയുന്നുണ്ട് സ്ക്രിപ്റ്റാണ്, കാര്യങ്ങളാണ്, തേങ്ങയാണെന്നുള്ളത്, ഈ കരച്ചിലും കാര്യങ്ങളൊക്കെ. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ. ഓക്കെ, സോ ഇത് ഭയങ്കര വലിയ പ്രശ്നമായിട്ട് നിൽക്കുകയാണ്. ന്യൂസ് ചാനൽസും കാര്യങ്ങളും എല്ലാവരും എടുത്തിട്ട് വീശി എറിയുന്നുണ്ട് ഇത്. സോ MRC ഗ്യാങ്ങിൻ്റെ പേര് പോയി തന്നെ വേണം പറയാൻ. കാരണം ആൾക്കാർക്ക് ഇപ്പോൾ ഇത്രയും പൊന്തി നിൽക്കുന്ന ആൾക്കാരാണ്. കാരണം ഒരു ചെറിയ 5 വയസ്സുള്ള കുട്ടി മുതൽ വലിയ ആൾക്കാർ വരെ തൊപ്പീൻ്റെ ഒപ്പം ഈ ഗ്യാങ്ങിൻ്റെ ഒപ്പം ചെന്ന് ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നവരാ. ഇതെല്ലാം ഇവർ കാണുന്നുമുണ്ട്. ഓക്കെ, സോ ഇവരുടെ പേര്, അതായത് തൊപ്പി ഇത്രയും കാലം കൊണ്ട് ഉണ്ടാക്കിയ പേര് പോവും. തൊപ്പി സ്റ്റാർട്ടിങ് സ്റ്റേജിൽ അത്ര നല്ലതായിരുന്നു എന്നൊന്നും നമ്മൾ പറയുന്നില്ല. ഓക്കെ, ബട്ട് അവൻ തൊപ്പി എന്നുള്ള പേര് വിട്ട് നിഹാദ് എന്നുള്ള ഒരാളായപ്പോൾ ഇപ്പോൾ അവൻ ഡീസൻ്റാണ്. അവനറിയാം കേസ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും, എങ്ങനെയൊക്കെ ഉണ്ടാവും എന്നുള്ളത്. സോ ഇതിൻ്റെ ഇടയ്ക്ക് ഈ ലൈവിൽ ഇവൻ വന്നിരുന്ന് പറയുന്നുണ്ട്, ഈ മമ്മു 1 മാസം മുമ്പ്, എടാ തൊപ്പി നീ ഫേമസ് ആയത് ഒരു കേസ് പിടിച്ചിട്ടല്ലേ, ഞാനൊരു കേസ് പിടിച്ചാലോ എന്നുള്ളത്. ഈ ലെവലിൽ വരെയൊക്കെയാണ് ഇവൻ്റെ റേഞ്ച് പോണത്. ഓൾമോസ്റ്റ് ഇവൻ്റെ ചാനലുണ്ട്, ഒരു യൂട്യൂബ് ചാനലിൽ 1,55,000 സബ്സ്ക്രൈബേഴ്സ് എന്തോ ഉണ്ട്. സോ ഒരു സാധാ യൂട്യൂബർമാർ ഈ ഒരു ലെവലിൽ എത്തണം എന്നുണ്ടെങ്കിൽ കുറച്ച് കഷ്ടപ്പെടണം. ഇവന് ഒരു കഷ്ടപ്പാടും ഇല്ല. തൊപ്പീൻ്റെ ക്യാബിൽ ഇവൻ ഇത്രയും എത്തിയില്ലേ. സോ ഇനി ബാക്കി കൊണ്ടുപോകാനാണോ ഇനി അവന് കേസിൻ്റെ ആവശ്യം? അതേപോലെ തന്നെ രണ്ടാമത്തെ വീഡിയോ എന്ന് പറയുന്നത് അവൻ്റെ ഒളിഞ്ഞു നോട്ടം. ഈ ആങ്കറിന് ഭയങ്കര ക്യൂരിയോസിറ്റി ആട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആങ്കറിൻ്റെ പേരും കാര്യങ്ങളും എനിക്ക് അറിയില്ല. എന്തായാലും കുറച്ച് ഉളുപ്പ് വേണം കേട്ടോ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ. സോ ഈ ഒരു വെറൈറ്റി മീഡിയൻ്റെ ഈ ഒരു ഇൻ്റർവ്യൂ അവർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കേട്ടോ. ഇത്രയും പ്രശ്നങ്ങളായപ്പോൾ അത് അവർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. കാരണം നല്ല വ്യൂസ് കത്തി കയറിയെന്നായിരുന്നു, പ്രശ്നങ്ങളുമായി. അതേപോലെ തന്നെ എന്താണ്, വെറൈറ്റി മീഡിയൻ്റെ പേരിന് ഇത് ബാധിക്കാൻ തുടങ്ങി. അപ്പോൾ അവരെന്ത് ചെയ്തു, അത് ഡിലീറ്റ് ചെയ്യാൻ തുടങ്ങി. നമുക്ക് ആ ഒരു ചെറിയ ക്ലിപ്പ് ഉണ്ട്, അതും കൂടി കണ്ടോക്കാം. അതല്ലാതെ എനിക്ക് പറഞ്ഞില്ലേ, നാട്ടിൽ പോയി കഴിഞ്ഞാൽ ജനലിന്റെ അടുത്ത് നിന്ന് അതെന്താ സംഭവം? ജനലിന്റെ അടുത്ത് ജനലിൽ എറിഞ്ഞ് കുളിക്കും, അതേപോലെ ഒളിഞ്ഞു നോക്കും, കുളിച്ച്. അതാ ഒരു ക്യൂരിയോസിറ്റി, കാണാനുള്ള ഒരു ത്വര. അപ്പൊ അതൊക്കെ നോക്കുമ്പോ ആരെയും പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടോ? കുളിസിനൊക്കെ അയാലും മമ്മു വെസ്റ്റോ
ആ ഒറ്റക്കല്ല കേട്ടോ, എൻ്റെ ഒപ്പം വേറൊരുത്തനും കൂടെ ഉണ്ടാവും. അപ്പുറത്തായിരിക്കും, പക്ഷെ അത്ര വലിയ friend ഇല്ല. ഞാൻ പറഞ്ഞു, friend ഇല്ലാന്ന് പറഞ്ഞല്ലോ. ഒരാള് കണ്ടില്ലേ, എന്ത് തോന്നുന്നു ആങ്കർക്ക് എന്താ ഒരു തിടുക്കം ഇതൊക്കെ അറിയാനായിട്ട്. സോ ഈ പൊട്ടനാണെങ്കിൽ അതൊന്നും മൈൻഡ് ആക്കുന്നില്ല, അങ്ങനെ ഇരുന്ന് എന്തോ വലിയ കാര്യം പറയണ പോലെ ചറ പറന്നില്ല ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തിൽ കുറച്ച് തള്ളി വിടുന്നുണ്ട്. സോ നമുക്ക് കേട്ടെടുത്തോളം ഇത് അത്ര സത്യമാവാനൊന്നും ചാൻസ് ഇല്ല. കാരണം അവൻ്റെ നാട്ടുകാരിൽ അവൻ എത്ര പേര് ഒളിഞ്ഞു നോക്കിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. സോ ഇത് സത്യമാണെന്നുണ്ടെങ്കിൽ. ബട്ട് മമ്മൂൻ്റെ ഒരു സ്വഭാവം അനുസരിച്ചാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ജസ്റ്റ് എന്താണ് കുറച്ച് ആളാവാൻ വേണ്ടി തള്ളിവിട്ട പോലെയാണ് നമുക്ക് തോന്നുന്നത്. അതേപോലെ തന്നെ അവനെ ചവിട്ടി താത്താൻ അവനൊരു മിസ്റ്റേക്ക് കാണിച്ചു. ഓക്കെ, സോ ഈ ഒരു കാണിച്ചത് ന്യായീകരിക്കല്ല, അവനൊരു മിസ്റ്റേക്ക് കാണിച്ചു. അത് വെച്ചിട്ട് ഈ എന്താണ് നാട്ടിലെ നന്മ മരങ്ങളും കുറേ ചെറ്റകളും ഉണ്ടാവുമല്ലോ, ഇവന്മാർ ഈ താത്താൻ നടക്കുന്ന ടീംസ് ഉണ്ടല്ലോ, ഇവന്മാർ എന്ത് യോഗ്യത ഉണ്ട് നിങ്ങൾക്ക്? എന്ത് യോഗ്യത ഉണ്ട് അവനെ താത്താൻ? അവൻ ചെയ്യുന്നതിൽ 1% പോലും നിങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ല. എന്നിട്ടാണ് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് കമൻ്റ് ഇടുന്നത് കൊണാന്നില്ലിട്ട്. വല്ല പണിക്കും പോയി ജീവിച്ചൂടെ ചങ്ങായി? കുറേ കമൻറ്റ് ഞാൻ കണ്ടു. എന്തെങ്കിലുമൊക്കെ കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുക. കുറേ എണ്ണണ്ട് ഇങ്ങനെ വീഡിയോ ഉണ്ടാക്കിയിടുന്നു. അവനൊരു മിസ്റ്റേക്ക് കാണിച്ചു, അത് ക്ഷമിക്കാൻ നമ്മൾ തയ്യാറാവണം, അത്ര തന്നെ ഉള്ളൂ. കാരണം അവൻ മിസ്റ്റേക്ക് കാണിച്ചു. ഓക്കെ, അവന് ചെറിയ പ്രായമാണ്, 18 വയസ്സെന്തോ ആയിട്ടുള്ളൂ. ഓക്കെ, ചെറിയ പ്രായത്തിൽ ചെയ്തതാണ്. അപ്പോൾ അത് പറഞ്ഞ് തിരുത്തി അവനെ മുമ്പോട്ട് കൊണ്ടുപോകും. അല്ലാതെ അവന് ചവിട്ടി താത്തി ഒരു മുക്കിലിട്ട് കഴിഞ്ഞാൽ അവൻ ഇതിൻ്റെ അപ്പുറം ഇനി ആവർത്തിക്കില്ല എന്നുള്ളതുണ്ടാവും. പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ മനസ്സിലാവുന്ന പ്രായം തന്നെയല്ലേ. അതുകൊണ്ട് വെറുതെ പോയിട്ട് കമൻ്റ് ഇടുക. അതേപോലെ തന്നെ എന്താണ് ഒരാളങ്ങോട്ട് ചവിട്ടി താത്തുന്ന കമൻസ്, അതൊക്കെയാണ് മെയിൻ ഇവന്മാരുടെ ഹോബീസ് ഇട്ടാൽ. അത് വേറെ കാര്യം. അങ്ങനെയൊക്കെ ഇടാതിരിക്കുക. കാരണം ഓരോരുത്തരുടെ ലൈഫ് വെച്ചിട്ട് നമ്മൾ എന്തിനാണ് കളിക്കുന്നത്? സോ അവിടെ തൊപ്പിയുണ്ട്, അവൻ്റെ ഉമ്മ ഉണ്ട്, അവർ നോക്കിക്കോളും കാര്യങ്ങൾ. അവൻ തൊപ്പി ഇപ്പം എന്തായാലും അവനെ പുറത്താക്കാനൊന്നും പോകില്ല, പണിഷ്മെൻറ്റ് കൊടുക്കുമായിരിക്കും, അതെന്തായാലും കിട്ടണം. ഇങ്ങനെ ഈ ഒരു പബ്ലിക് ഇൻ്റർവ്യൂവിൽ ചെന്നിരുന്ന് ഇങ്ങനെ പറയരുത്. ഇതോടൊപ്പം തന്നെ ആ ആങ്കർക്കും കിട്ടണം. ആങ്കർക്ക് എന്തോ ഒരു ക്യൂരിയോസിറ്റിയാണ് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനെന്നറിയോ. ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. ആങ്കർക്കും കിട്ടണം 4 എണ്ണം, എന്നാലേ റെഡി ആവുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. നമുക്ക് വേറെ കുറേ വലിച്ചു നീട്ടി കാര്യങ്ങളൊന്നും പറയാനൊന്നുമില്ല. കാരണം ഈ കാര്യങ്ങൾ മമ്മു ചെയ്ത കാര്യങ്ങൾ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് നമുക്ക് കാണുന്നവർക്ക് അറിയാം, വളരെ മോശമാണ്. സോ ഇനി മുമ്പോട്ടുള്ളതിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. എന്തായാലും തൊപ്പി ഇനി എന്തായാലും അവനെ സൂക്ഷിക്കുന്നുള്ള കാര്യം നമുക്ക് സംശയമൊന്നുമില്ല. ഓക്കെ, സോ എന്തായാലും അവന് ഒരു പാഠം എന്തായാലും അവൻ പഠിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ തന്നെയാണ് ആൾക്കാർ, ഒരു തെറ്റിൽ നിന്നാണ് ആൾക്കാർ പാഠങ്ങൾ പഠിച്ച് വരിക. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരും. അതുവരേക്കും ബൈ.